Plus 2 exam package part 36. Question number 161. ഇന്നിപ്പോൾ ട്രാൻസിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. Show that the input and output of common base configuration are in the same phase. ഇൻപുട്ട് സിഗ്നലും ഔട്ട്പുട്ട് സിഗ്നലും ഒരേ ഫേസിൽ, ഇവിടെ ഒരു സൈഡിലേക്ക് കൂടുമ്പം ഔട്ട്പുട്ടിലും അതേ സൈഡിൽ ഇൻക്രീസ് ചെയ്യും, ഇവിടെ ഡിക്രീസ് ചെയ്യുമ്പോൾ അവിടെ ഡിക്രീസ് ചെയ്യും. അതാണ് ഇൻ ഫേസ് എന്ന് പറയും. അപ്പോൾ കോമൺ ബേസ് കോൺഫിഗറേഷൻ്റെ ഒരു സ്കെച്ച് ഇതാണല്ലോ. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എമിറ്റർ ബേസ്, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ കളക്ടർ ബേസ്. ഇത് ഇൻപുട്ട് സിഗ്നൽ എങ്കിൽ ഔട്ട്പുട്ട് സിഗ്നൽ അതുപോലെ വരുന്നു എന്ന് പ്രൂവ് ചെയ്യണ്ടേ. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ബാറ്ററിയാണ് VCE. ഇത് VCE, VCB. ദിസ് ഈസ് VCB. VCBL, no, this is VEE. ഇപ്പം നമുക്ക് തൽക്കാല ആവശ്യമില്ല, ഇത് VEE എന്നാണ്. ഇത് VCC. ഇനി ഇതിൻ്റെ ഇത് NPN ട്രാൻസിസ്റ്ററാണ്. അപ്പോൾ എമിറ്റർ ബേസ് ജംഗ്ഷൻ എപ്പോഴും ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കണം, കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയസ്ഡും ആയിരിക്കണം. അപ്പോൾ അപ്ലൈഡ് കണക്ട് ചെയ്തിരിക്കുന്ന ബാറ്ററിയുടെ NPN ട്രാൻസിസ്റ്റർ ആയതുകൊണ്ട് എമിറ്ററിലോട്ട് നെഗറ്റീവിലോട്ട് വേണം എമിറ്റർ കണക്ട് ചെയ്യാൻ, ബേസിലോട്ട് പ്ലസ്. ഇവിടെ റിവേഴ്സ് ബയസ് കാരണം ഇത് Nഉം Pയും. അപ്പോൾ Nലോട്ട് പോസിറ്റീവും Pയിലോട്ട് നെഗറ്റീവും ചെല്ലണം. അപ്പോൾ ഇത് റിവേഴ്സ് ബയസ്ഡായി. ഇനി എപ്പോഴും ഇത് മൈനസും ഇത് പ്ലസ്സും ആയിരിക്കണം. എപ്പോഴാണെങ്കിലും ഇത് ഫോർവേഡ് ബയസ് ആവുന്നത് എമിറ്റർ ബേസ് ജംഗ്ഷൻ. ഇനി സിഗ്നലിൻ്റെ പോസിറ്റീവ് ഹാഫ് വരുമ്പോൾ, സിഗ്നലിൻ്റെ പ്ലസ് വരുമ്പോൾ ഇത് മൈനസ് ഇവിടെ നിന്ന് സ്ഥിരമായിട്ട് മൈനസ് ഉണ്ട് ഈ VEE ബാറ്ററിയുടെ. അതിൻ്റെ കൂടെ ഈ പ്ലസ് വരുമ്പോൾ VEE ബാറ്ററി കൊടുക്കുന്ന നെഗറ്റിവിറ്റി ഒന്ന് കുറയും. ഈ മൈനസിൻ്റെ കൂടി പ്ലസ് കയറി വരുമ്പോൾ ഇതിൻ്റെ മൈനസ് കുറയും എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫോർവേഡ് ബയസ് കുറയും. ഫോർവേഡ് ബയസ് കുറഞ്ഞാൽ എമിറ്റർ കറണ്ട് കുറയും. എമിറ്റർ കറണ്ട് കുറഞ്ഞാൽ കളക്ടർ കറണ്ടും കുറയും. കളക്ടർ കറണ്ട് കുറഞ്ഞാൽ ICRC കുറയും. ഇവിടുത്തെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VCB. ഇവിടെ നമുക്ക് വോൾട്ടേജ് ഇക്വേഷൻ എഴുതാമല്ലോ. VCC ഈക്വൽസ് VCB പ്ലസ് ICRC. അപ്ലൈഡ് വോൾട്ടേജ് VCC ഈക്വൽസ് ദിസ് വോൾട്ടേജ് പ്ലസ് ഇതിൻ്റെ വോൾട്ടേജ്, ഫ്രം വിച്ച് ഔട്ട്പുട്ട് വോൾട്ടേജ് VCB ഈക്വൽസ് VCC മൈനസ് ICRC. അപ്പോൾ ഇവിടെ പ്ലസ് വരുമ്പോൾ, സിഗ്നലിൻ്റെ പ്ലസ് വരുമ്പോൾ എമിറ്റർ ബേസ് ജംഗ്ഷൻ ബിക്കംസ് ലെസ് ഫോർവേഡ് ബയസ്ഡ്, സോ ദാറ്റ് കളക്ടർ കറണ്ട് വിൽ റെഡ്യൂസ്. കളക്ടർ കറണ്ട് റെഡ്യൂസ് ചെയ്യുമ്പോൾ ICRC കുറയും. അപ്പോൾ VCC ഈസ് എ കോൺസ്റ്റൻറ്റ്, അപ്പോൾ VCB കൂടും. അപ്പോൾ ഇവിടെ പോസിറ്റിവിറ്റി വരുമ്പോൾ ഇവിടെ വർധനവാണ് വരുന്നത്, VCB വർദ്ധിക്കുക. ഇവിടെ നെഗറ്റീവ് വരുമ്പോൾ ഈ നെഗറ്റീവിൻ്റെ കൂടെ വരുന്ന സിഗ്നലിൻ്റെ നെഗറ്റീവും കൂടെ ചേർന്നിട്ടാൽ ഇത് മോർ ഫോർവേഡ് ബയസ്ഡ് ആകും. അപ്പോൾ IC കൂടും. IC കൂടുമ്പോൾ ICRC കൂടും. ICRC കൂടിയാൽ VCB കുറയും. അപ്പോൾ ഇവിടെ നെഗറ്റിവിറ്റി വരുമ്പോൾ ഇവിടെയും കുറയുക എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എന്ന അർത്ഥം, നെഗറ്റീവ് ആകുക. അപ്പോൾ ഇവിടെ പ്ലസ് വരുമ്പോൾ ഇവിടെ പ്ലസ്, മൈനസ് വരുമ്പോൾ ഇവിടെ മൈനസ്. അപ്പോൾ ആൻസർ എഴുതേണ്ടത് എങ്ങനെ?
during the positive half of the input signal, the forward bias at the emitter base junction decreases, so that emitter current and hence the collector current reduces. From this equation, as IC decreases, VCB increases. So during the positive half, here VCB shows an increase. That means there is a positive half appears here. During the negative half of the input signal, this becomes more forward biased. Emitter base junction becomes more forward biased, so that IC increases, and as IC increases, VCB decreases, because this is constant minus increase. So that negative here appears as negative here. So they are in the same phase. Okay. Question number 162. Show that the output of common emitter configuration is 180 degree out of phase with the input. Common emitter configuration. Input എന്ന് പറഞ്ഞാൽ ബേസും, ഇത് VBB ബാറ്ററി, VCC ബാറ്ററി. ഇവിടുത്തെ വോൾട്ടേജ് ഇക്വേഷൻ, ഔട്ട്പുട്ട് വോൾട്ടേജ് ഇക്വേഷൻ VCC ഈക്വൽസ് VCE, ഇത് അവിടുത്തെ ഔട്ട്പുട്ട് വോൾട്ടേജ്, VCE പ്ലസ് ICRC. So that VCE, output voltage, equals VCC minus ICRC during the positive half of the input signal. This is also positive. VBB battery base is positive. Emitter base junction forward biased ആയിരിക്കണ്ടേ. അപ്പോൾ ഇവിടുത്തെ ബാറ്ററിയുടെ പ്ലസ് ബേസിൽ കൊടുക്കണം, മൈനസ് എമിറ്ററിലോട്ടും കൊടുക്കണം. During the positive half cycle of the input signal, the emitter base junction becomes more forward biased, so that emitter current and collector current increase. An increase in collector current means ICRC is increased. That means VCE is reduced. ഇപ്പോൾ ഇവിടെ പ്ലസ് വരുമ്പോൾ VCE ഇവിടെ കുറയുക, എന്നാൽ ഇവിടുത്തെ പ്ലസ് ഇവിടെ മൈനസ് ആയിട്ട് വരുമെന്നാണ് അർത്ഥം. കൂടുന്നു എന്ന് പറയുന്നത് പോസിറ്റീവോ, കുറയുന്നു എന്ന് പറയുന്നത് നെഗറ്റീവോ ആയി സിഗ്നലിൻ്റെ കേസിലൊക്കെ. ഇനി ഇതിൻ്റെ നെഗറ്റീവ് ഹാഫ് വരുമ്പോൾ ഇവിടുത്തെ ബയാസ് ഈ VCC ബാറ്ററി, VBB ബാറ്ററിയുടെ പ്ലസ്സിനെ ഇത് കുറയ്ക്കും, റെഡ്യൂസ് ചെയ്യും. പ്ലസും മൈനസും കൂടെ വരികയല്ലേ. അപ്പോൾ എമിറ്റർ കറണ്ട് കുറയും, കളക്ടർ കറണ്ടും കുറയും. കളക്ടർ കറണ്ട് കുറഞ്ഞാൽ VCE കൂടും, VCE കൂടും. ചുരുക്കത്തിൽ ഡ്യൂറിങ് ദി പോസിറ്റീവ് ഹാഫ് സൈക്കിൾ VCE shows an increase. During the negative half, VCE shows a decrease. So, answer is that during the positive half of the input signal, the emitter base junction becomes more forward biased and IC increases, so that according to the equation, VCE decreases. So, positive input cycle, input half means a decrease in the output. Decrease means negative. And during the negative half of the input signal, this is less forward biased, so IC decreases, and according to this equation, VCE increases. There is a phase difference of 180 degree. അപ്പോൾ ഈ ഫിഗർ വരച്ച് ഈ ഇക്വേഷൻ എഴുതിയിട്ട് ഈ സെൻറ്റൻസ് വളരെ ബ്രീഫായിട്ട് കൊടുക്കുക. ഓക്കെ. നെക്സ്റ്റ് 163. കമ്പാരിസൺ ഓഫ് കോമൺ ബേസ് കോൺഫിഗറേഷൻ വിത്ത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. 3 പോയിൻറ്റ്സ് ഒന്ന് അറിഞ്ഞിരിക്കുക.
ഇതിപ്പോൾ കോമൺ ബേസ് കോൺഫിഗറേഷൻ, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ, ഈ കോളത്തിൽ കോമൺ ബേസ് കോൺഫിഗറേഷൻ നോ കറണ്ട് ഗെയിനാ, കാരണം ആൽഫ ഈസ് ലെസ് ദാൻ 1. IC/IE അവിടെ കറണ്ട് ഗെയിൻ അത് ലെസ് ദാൻ 1 ആൽഫ. അപ്പോൾ കറണ്ട് ഗെയിൻ ഇല്ല കോമൺ ബേസ് കോൺഫിഗറേഷനിൽ. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് അതാണ്, നോ കറണ്ട് ഗെയിൻ ബ്രാക്കറ്റിൽ ആൽഫ ഈസ് ലെസ് ദാൻ 1. അതേ സ്ഥാനത്ത് കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ ഹൈ കറണ്ട് ഗെയിനാണ്, കാരണം അവിടുത്തെ കറണ്ട് ഗെയിൻ ബീറ്റയാണ്. ബീറ്റ ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ 1. സെക്കൻഡ് പോയിൻ്റ്, ലോ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആൻഡ് ഹൈ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. കോമൺ ബേസിൽ ലോ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആൻഡ് ഹൈ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആൻഡ് ഹൈ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, രണ്ട് ഹൈയാണ്. ഇവിടെ കോമൺ ബേസ് കോൺഫിഗറേഷനിൽ ഔട്ട്പുട്ട് ഈസ് ഇൻ ഫേസ് വിത്ത് ഇൻപുട്ട്, നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത. ഇവിടെ ഔട്ട്പുട്ട് ഈസ് 180 degree out of phase with input. So these are the 3 points. No current gain, high current gain. Low input resistance and high output resistance. High input and high output. No phase difference, 180 degree phase difference. Let's go. 164. A junction transistor has 2 PN junctions. Is it possible to construct a transistor by joining 2 PN junction diodes as shown in the figure? Why? രണ്ട് ഡയോഡ് P2P ഇങ്ങനെ ജോയിൻ ചെയ്താൽ ഇത് ട്രാൻസിസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യുമോ എന്നാ ചോദ്യം. പലതിലും ഇപ്പോൾ NPN ട്രാൻസിസ്റ്റർ പോലെ ആയിരിക്കുക. ഇത് ട്രാൻസിസ്റ്ററായിട്ട് വർക്ക് ചെയ്യുമോ? നോ. അതാണ് യെസ് ഓർ നോയുടെ ഉത്തരം, നോ. ഇത് ഫോർവേഡ് ബയസ്ഡ് ആകുമ്പോൾ ഇത് കണ്ടക്ട് ചെയ്യും, ആ സമയത്ത് ഇത് റിവേഴ്സ് ബയസ്ഡാണ്, ഇങ്ങോട്ട് കറണ്ടേ പോവില്ല. ഈ കറണ്ട് ഇവിടെ കിടന്ന് കറങ്ങത്തേ ഉള്ളൂ. തിരിച്ച് സംഭവിച്ചാൽ ഇവിടെ കറണ്ട് ഉണ്ടാവില്ല, ഇവിടെ കറണ്ട് വരികയും ചെയ്യും. അപ്പോൾ നോ. In a diode, P and N crystals are equally doped and have the same size. So each diode, when one diode works or conducts, the other does not because of reverse bias. So it will not perform the function of a transistor. That is the answer. കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ചോദ്യങ്ങൾ വീണ്ടും വരും. താങ്ക് യു.